ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് മയങ്ങുന്നവരാണെങ്കിൽ ആ മയക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഗ്ലാസ് കട്ടനും ഒരു സമൂസയൊക്കെ അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ നമ്മൾ മലയാളികളിൽ വളരെ കുറവായിരിക്കും അല്ലേ. ഞാൻ ഈ സമൂസയെക്കുറിച്ച് പറയാനുള്ള കാരണേ, സമൂസ എങ്ങനെയാണെന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ? അത്ര നീറ്റല്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപക ചർച്ചകളും ട്രോളുകളും ഒക്കെ സമൂസയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇത് വച്ചുള്ള ഒരു കൗതുക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ്. സമൂസ ആളത്ര വെടുപ്പല്ലെന്നും സർക്കാർ ഉപദേശം ഇന്ത്യക്കാർക്ക് എളുപ്പം ദഹിക്കില്ലെന്നുമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ കണ്ടെത്തൽ. ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട തെരുവ് ഭക്ഷണത്തിനെതിരായ നീക്കമായി ആളുകൾ കേന്ദ്ര സർക്കാർ ഉപദേശത്തെ കണ്ടുവെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ വിലയിരുത്തൽ. ചിലർ ഇത്തരം ജനപ്രിയ ലഘുഭക്ഷണങ്ങളിലെ ഉയർന്ന കൊഴുപ്പിന്റെയും പഞ്ചസാരയുടെയും അളവ് ചൂണ്ടിക്കാട്ടി സർക്കാർ ഉപദേശം നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ ഭൂരിഭാഗം പേരും സമൂസ നല്ലതെന്ന് പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. വാർത്തയിലെ പ്രധാന വാചകങ്ങളിലൊന്ന് ഇങ്ങനെയാണ്: ഇന്ത്യക്കാർ തെരുവ് ഭക്ഷണത്തിന്റെ ഒരു വലിയ നിര തന്നെ കഴിക്കുന്നു. ഇന്ത്യൻ തെരുവ് ഭക്ഷണത്തിലെ രാജാവാണ് സമൂസ. പലതരം പൊരിച്ച പക്കോടകൾ, പഞ്ചസാര സിറപ്പിൽ മുക്കിയുണ്ടാക്കുന്ന ജിലേബി, പപ്തി ചാട്ട് എന്നിവയ്ക്ക് ഇന്ത്യൻ തെരുവുകളിലുള്ള പോപ്പുലാരിറ്റി വളരെ വലുതാണെന്ന് അമേരിക്കൻ മാധ്യമം എടുത്തു പറയുന്നുണ്ട്. സർക്കാർ ഉപദേശത്തിനെതിരെ അപ്രതീക്ഷ പ്രതിഷേധം മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഉയർന്നെന്നും സമൂസ മീമുകൾ കൊണ്ട് ഇന്ത്യൻ സോഷ്യൽ മീഡിയയെ സമൃദ്ധമായെന്നും സർക്കാർ ഉപദേശത്തിനെതിരെ അപ്രതീക്ഷ പ്രതിഷേധം പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഉയർന്നെന്നും സമൂസ മീമുകൾ കൊണ്ട് ഇന്ത്യൻ സോഷ്യൽ മീഡിയ സമൃദ്ധമായി എന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ഇന്ത്യൻ നഗരങ്ങളിൽ മുതിർന്നവരിൽ 5-ൽ ഒരാൾക്ക് അമിതഭാരമോ പൊണ്ണത്തടിയോ ഉണ്ടെന്ന് 2021 ദേശീയ കുടുംബാരോഗ്യ സർവേ കണ്ടെത്തിയിരുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും ഭാരക്കൂടുതലുണ്ട്. 140 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയിൽ 2050 ആകുമ്പോഴേക്കും 45 കോടി പേർ അമിതഭാരമുള്ളവരോ പൊണ്ണത്തടിയുള്ളവരോ ആകും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം എന്നിവയടക്കം വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാർ ഉപദേശത്തിന് കാരണമെന്നും റിപ്പോർട്ടിലുണ്ട്. എന്തായാലും സമൂസയും ജിലേബിയും ആളത്ര വെടുപ്പല്ലെങ്കിലും ജനത്തിന് വൻ ക്രഷാണെന്ന ആ സത്യം ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.